കണ്ണൂരിൽ കഴിഞ്ഞ മാസം തെരുവുനായയുടെ കടിയേറ്റ് 5 വയസ്സുകാരന് പേവിഷബാധയുടെ ലക്ഷണം. തമിഴ്നാട് സ്വദേശികളുടെ കുഞ്ഞിനാണ് രോഗലക്ഷണം ഉണ്ടായത്. വലത് കണ്ണിനും ഇടത് കാലിനുമാണ് കടിയേറ്റത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സരീഷ് പി കെ ചേരുന്നുണ്ട്. സരീഷ്, ഈ കുഞ്ഞ് 1 മാസമായി കടിയേറ്റിട്ടെന്ന് മനസ്സിലാകുന്നു. ഇത്ര സമയപരിധി ഉണ്ടാവാറുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് ഉച്ചയ്ക്കാണ് ഈ കുട്ടിക്ക് ശാരീരികമായി ചില പ്രശ്നങ്ങൾ കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം പ്രാദേശികമായി ഡോക്ടറെ കാണിക്കുന്നു. അവിടെയാണ് ചില സംശയങ്ങൾ ഡോക്ടർ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ ഏതെങ്കിലും രീതിയിൽ കടിയേറ്റിരുന്നോ എന്ന് മാതാപിതാക്കളോട് ചോദിച്ചപ്പോൾ കടിയേറ്റിരുന്നു, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വാക്സിൻ എടുത്തതാണ് എന്നറിയിച്ചെങ്കിലും ചില സംശയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഉടൻ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകണം എന്നൊരു നിർദ്ദേശം ഡോക്ടർ വയ്ക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പരിയാരത്ത് എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയപ്പോഴാണ് ഇത് പേവിഷബാധയുടെ ലക്ഷണങ്ങളാണ് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. എന്തായാലും കുട്ടിയെ ICUലേക്ക് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 31-നായിരുന്നു കുട്ടി കളിക്കുന്നതിനിടെ നായയുടെ കടിയേറ്റത്. കണ്ണിനും കൈക്കും ഉൾപ്പെടെ അന്ന് പരിക്കേൽക്കുകയും ജില്ലാ ആശുപത്രിയിലെത്തി വാക്സിൻ എടുക്കുകയും ചെയ്തതാണ്. പക്ഷെ പിന്നീട് ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മുറിവ് ഉണങ്ങുകയും ചെയ്തതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വാക്സിൻ എടുത്തതിന് ശേഷവും, തുടർച്ചയായി വാക്സിൻ എടുത്തതിന് ശേഷവും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചത് എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കുട്ടിയെ ഇപ്പോൾ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശരി, കണ്ണൂരിൽ കഴിഞ്ഞ മാസം തെരുവുനായയുടെ കടിയേറ്റ 5 വയസ്സുകാരന് പേവിഷബാധയുടെ ലക്ഷണം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. സരീഷാണ് വിവരങ്ങൾ നൽകിയത്.